അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെ മാളവിക ശ്രീനാഥ് എന്ന നടി 3 വർഷം മുൻപ് തനിക്ക് നേരിട്ട ലൈംഗിക പീഡന ശ്രമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ആരെയും ഞെട്ടിക്കുന്ന ഒരു വിവാദം തന്നെയാണ് ഇത്. ഏകദേശം 3 വർഷം മുൻപ് ഒരു സിനിമയിൽ മഞ്ജു വാര്യരുടെ മകളായിട്ട് അഭിനയിപ്പിക്കാം, അതിനുള്ള അവസരം നൽകാം എന്ന് പറഞ്ഞ് ഇവർ തൃശ്ശൂർ വെച്ചിട്ട് ഒരു ഓഡിഷൻ നടത്തുകയാണ് ഉണ്ടായത്. തൃശ്ശൂർ വെച്ച് ഈ ഓഡിഷനിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ വാഹനവും അന്ന് വിട്ടുകൊടുത്തു. നടിയാകട്ടെ ഒറ്റയ്ക്കൊന്നും അല്ല പോയി, അവരുടെ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ ഒപ്പമാണ് ഈ ഓഡിഷന് പോയതും. പക്ഷേ പിന്നീട് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പല റോളുകളൊക്കെ അഭിനയിച്ച് കാണിക്കുവാനായിട്ട് പറയുന്നു. ഈ പെൺകുട്ടി അതെല്ലാം അതിമനോഹരമായിട്ട് അഭിനയിച്ച് കാണിച്ചു. അപ്പോൾ കുട്ടിയുടെ മുടി ഇത്തിരി പാറിക്കിടക്കുകയാണ്. നമുക്കത് അപ്പുറത്ത് ഒരു റൂമുണ്ട്, അവിടെ പോയി നിന്ന് ശരിയാക്കിയിട്ട് വരും എന്ന് ആണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഓഡിഷൻ നടന്നതൊക്കെ വളരെ അടച്ചുറപ്പുള്ള നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട നല്ലൊരു സെറ്റപ്പ് റൂമിൽ വെച്ചാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ സംശയമൊന്നും തോന്നിയില്ല. സ്വാഭാവികമായിട്ടും മുടി ഒതുക്കി വെക്കുവാനായിട്ട് ഇവർ അടുത്ത റൂമിലേക്ക് ചെല്ലുമ്പോൾ നല്ല ഹൈറ്റും താടിയും വെയിറ്റും ഒക്കെ ഉള്ള ഒരുത്തം വന്നിട്ട് അവരുടെ പിൻഭാഗത്തിങ്ങനെ പിടിച്ചു. സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസരം. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും, എതിർക്കാൻ മേലെ തല്ലാൻ മേലെ എന്നൊക്കെ ചോദിച്ചാലും ചില സമയത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക പുരുഷന്മാരുടെ സ്പർശനത്തിൽ അത്ര പെട്ടെന്നൊന്നും സ്ത്രീകൾക്ക് കുതറി മാറാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ നിന്നു പോവുകയൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആദ്യത്തെ ഒരു അനുഭവമാകുമ്പോൾ ഇത്തരത്തിലുള്ള ഞെട്ടലും വിഷമമൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ ബസ്സിൽ വെച്ച് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചൊക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തപ്പോൾ നിനക്ക് അത് ചെയ്യാൻ പാടില്ലേ, ഇത് ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ പലർക്കും ചോദിക്കാൻ കഴിയും. എല്ലാ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഓരോ സാഹചര്യങ്ങളിലും ആ സാഹചര്യത്തിൽ നിങ്ങളെപ്പോലെ എനിക്കോ എന്നെപ്പോലെ മറ്റൊരാൾക്കോ പെരുമാറാൻ കഴിയില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്ത് തന്നെയാണെങ്കിലും ആ പെൺകുട്ടി അവിടെ നിന്ന് ശരിക്കും പേടിച്ചു പോയി. ഇവൻ ഇങ്ങനെ ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് ഈ പിൻഭാഗത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഇവരെങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാണ്ട് ഇവർ തൻ്റെ ആൾക്കാരെ പുറമേ നിൽപ്പുണ്ട് എന്ന ആ യാഥാർത്ഥ്യം ഈ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിഷമവും സങ്കടമൊക്കെ കൂടുതലായിട്ട് വരും. പക്ഷേ ഈ തെണ്ടി യാതൊരു മയവും പുലർത്താതെ അവരവിടെ ഉണ്ടെന്നുള്ളതൊന്നും ഇവന് പ്രശ്നമല്ല. നല്ല സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ എങ്ങനെ മുതലാക്കണമെന്നുള്ള രീതിയിൽ ഇവനിത് ഈ പരിപാടിക്ക് മാത്രമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണേലും അവസാനം പുള്ളിക്കാരി ഇയാളെ തട്ടി മാറ്റിയിട്ട് ഓടി രക്ഷപ്പെട്ട് അമ്മയുടെ സഹോദരിയുടെ ഒപ്പം ചെന്ന് ഇവർ കരഞ്ഞ ആ ഒരു മുഖത്തോടെ ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി വേണ്ടാത്ത എന്തോ കാര്യം നടന്നു എന്ന്. എന്തായാലും ഇവർ വളരെ പെട്ടെന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നും പലപ്പോഴും പല നടിമാരും സമാനമായ അനുഭവങ്ങളിലൂടെ പോകുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ആലപ്പി അഷ്റഫ് നടത്തിയ വിവാദപരമായ ഒരു വെല്ലുവിളിയുണ്ട്. പണ്ട് ഖദീജ എന്ന് പറയുന്ന ഒരു നടിയുണ്ടായിരുന്നു. അവർ പറഞ്ഞ അല്ലെങ്കിൽ ചോദിച്ചൊരു ചോദ്യമാണ്, സംവിധായകരുടെ, നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ പ്രമുഖരായ നടന്മാരുടെ ഒപ്പം കിടന്നുറങ്ങാതെ സിനിമയിൽ അവസരം നേടിയിട്ടുള്ള ഒരു നടിയെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവളെ ഇങ്ങ് കൊണ്ടുവരൂ എന്ന് ഖദീജ എന്ന നടി പണ്ടുകാലത്ത് ഒരു വെല്ലുവിളി നടത്തിയെന്ന്. തീർച്ചയാണ്, ഇതിനൊക്കെ ഓരോ തരത്തിൽ നമുക്കറിയാമല്ലോ. കാസ്റ്റിംഗ് കൗച്ചുണ്ട്, പലതരത്തിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും എന്ന് മാത്രമേ ഇതിനകത്ത് നമുക്ക് പറയുവാനുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നീ ഒളിച്ചു വെച്ചു, നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ആ കുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അന്നത്തെ കാലത്ത് എങ്ങനെയും ഒരു സിനിമയിൽ കയറി പറ്റണമെന്നുള്ള ഒരാഗ്രഹമുള്ള സമയമാണ്, പലരുടെ ഒരു ഡ്രീമാണ്. ഇപ്പോൾ സിനിമയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെറികേടിനെ തുറന്നു കാട്ടിയിട്ടുള്ള ഒരു പെൺകുട്ടിക്കും പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖരായ നടിമാർക്കൊന്നും റീമാക്ക് അല്ലെങ്കിൽ ഇവർക്കൊന്നും സിനിമയിൽ അവസരമില്ല. അതായത് തെറ്റിനെ ചോദ്യം ചെയ്യുന്നവരൊക്കെ തൻ്റെ അടികളാണ്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന പോലും വഴിപ്പെട്ട് കിട്ടിയാലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലല്ലോ. ഇതിനൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിളിച്ച അവസരം കൊടുക്കാമെന്ന ധാരണ കൊണ്ടാവാം, ഇല്ലെങ്കിൽ ഇവരൊക്കെ പ്രശ്നക്കാരാണ് എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു സമീപനം വെച്ച് പുലർത്തുന്നതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും തെറ്റിനെ എതിർക്കുന്ന
നടിമാർക്കൊന്നും പിന്നീട് അവസരം ഉണ്ടായിട്ടില്ല. അന്നത്തെ കാലത്തെ നമ്മുടെ ഈ മാളവിക എന്ന് പറയുന്ന കുട്ടി സിനിമയിലേക്ക് വരുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഒരു സത്യം തുറന്നു പറഞ്ഞാൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. പക്ഷേ ഇപ്പോൾ സിനിമ മേഖലയിൽ കുറച്ച് ആൾക്കാരെങ്കിലും തനിക്ക് അറിയാമെന്നൊരു ധൈര്യം വന്നിട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഫ്രോഡുകളാണ്. അതായത് ആ സിനിമയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ വ്യക്തികളാണ് ഇവർ വിളിച്ച് ഈ പരിപാടി കാണിച്ചത്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഓഡിഷനാണ് എന്ന് പറഞ്ഞ് പരസ്യം കണ്ട് പോകുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം. ഇപ്പം പുതിയ ആരോപണം നമുക്കറിയാം. ശ്രീമാൻ രഞ്ജിത്ത് അല്ലേ അകത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. മിനു മുനീർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോപണം വന്നു. ഹേമക്കെ പറ്റിയിട്ട് സമയത്ത് വന്നു. എന്തിനേറെ പറയുന്നു അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായ രേവതിക്ക് ജനിച്ച കുഞ്ഞു പോലും ഇയാളുടേതാണ് എന്നും രേവതിയുമായിട്ടുള്ള അതിര് കടന്ന അടുപ്പത്തെ തുടർന്ന് രഞ്ജിത്തിൻ്റെ ഭാര്യ മനോരോഗിയായിട്ട് മാറി എന്ന് തന്നെ ഉള്ള തരത്തിലുള്ള വാർത്തകൾ ആ ഒരു സമയത്ത് പല യൂട്യൂബ് ചാനലുകളിലും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസവും വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ രഞ്ജിത്ത് ഒരു ചെറുക്കനെ ബാംഗ്ലൂർ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുകയും അവസാനം അവനെ കൊണ്ടേ പരാതി കൊടുത്തു. ആ ചെറുക്കന് അവളെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു യുവാവ് തന്നെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം രഞ്ജിത്തിൻ്റെ പേരിൽ ആദ്യത്തെയുള്ള ഒരു ബംഗാളി നടിയുടെ ആരോപണം വന്നു. അപ്പോൾ പരാതി നൽകാൻ വൈകിപ്പോയി, കാലതാമസം വന്നു എന്നുള്ള സാങ്കേതികമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു നടിയെ പരാതി ഉൾക്കൊണ്ടില്ല. എന്തായാലും കർമ്മ തിരിച്ചടിക്കുമെന്നും കറക്റ്റ് സമയത്ത് അത് കിട്ടുമെന്നും പറഞ്ഞ് ഏതായാലും ഇപ്പം ശ്രീമാൻ അദ്ദേഹം അകത്താണ്. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർക്കുള്ള രാഷ്ട്രീയ മേഖലയിലുള്ള ആ ഒരു അതിര് കടന്ന പിടിപാടാണ് ഇത്തരക്കാർക്കൊക്കെ വളമായിട്ട് മാറുന്നത്. നമ്മൾ ചിന്തിക്കണം. രഞ്ജിത്ത് എന്നുള്ള വ്യക്തി ഒരു പെൺകുട്ടീനെ കാരവലിൽ വെച്ച് മോശമായിട്ട് സ്പർശിക്കുകയോ അശ്ലീല സംഭാഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ കാവലായിട്ട് നിന്നത് മറ്റൊരു സ്ത്രീയാണ് ഫ്രണ്ടിൽ. എത്ര വൃത്തികെട്ട സ്ത്രീയാണ്. ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാമപ്രാന്തൻ പോകുമ്പോൾ, എനിക്കൊരു കാമ കടുവ അങ്ങ് പോകുമ്പോൾ അതിന് കാവല് നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് മറ്റൊരു സ്ത്രീയാണ്. ഇതാണ് ഈ ഒരു മേഖലയിലെ അപചയം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരാളെ മാത്രം അടച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണങ്ങളുണ്ട്. നമുക്കറിയാം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ അടിച്ചു എന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാം പലയിടത്തും പ്രചരിച്ചിരുന്നു. അതായത് മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അയാളുടെയും തെറ്റുണ്ട്. അതിനെക്കുറിച്ച് ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. ഈ ഒടുവിൽ എന്ന് പറയുന്ന വ്യക്തി വളരെ പാവത്തനായ ഒരു വ്യക്തിയാണെങ്കിലും കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് പിന്നെ വായിന്ന് വരുന്ന എന്താണെന്ന് അറിയത്തില്ല. അപ്പം മോഹൻലാലും ഇവരെല്ലാവരും അഭിനയിക്കുന്ന സിനിമ എന്തായാലും രാത്രി മദ്യപാന സദസ്സ് നടക്കുന്നു. അതിനിടയിൽ എന്തായാലും അടിച്ച് പിമ്പിരിയായ ഒടുവിൽ നമ്മുടെ രഞ്ജിത്തിൻ്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ വിളിച്ചു. സ്വാഭാവികമായിട്ടും ആരാണേലും കൊടുക്കുമല്ലോ. രഞ്ജിത്ത് ചെകിട്ടത്ത് നല്ലപോലെ ഒരെണ്ണം കൊടുത്തു. അത് ചെകിട്ടത്തടിച്ചെന്നുള്ള വാർത്ത മാത്രമേ നമ്മൾ അന്ന് കണ്ടുള്ളൂ. അടി മാത്രമല്ല, കാലുയർത്തി അടിവയറിന് തൊഴിക്കുകയും കൂടി ചെയ്തു. അതോടുകൂടി ഒടുവിൽ വീണു. അദ്ദേഹത്തിന് ഒരുപാട് അത്യാവശ്യമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൊത്തം കൂടി. കാരണം ഒടുവിലെന്നുള്ള മനുഷ്യൻ ഇങ്ങനെയാവുള്ളൂ എന്ന് നമുക്കറിയാം. ഒരു സാധു മനുഷ്യന് ആരോഗ്യം കുറവാണ്. രഞ്ജിത്ത് അന്ന് അത്രയും വർഷം മുന്നേ നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്ന രഞ്ജിത്ത് കയറി ഒരെണ്ണം കൊടുത്തിട്ട് കാലുയർത്തി അടിവയറിന് ഒരു ചവിട്ടൂടെ കൊടുത്തു. അതോടുകൂടി അയാൾ വീണെന്ന് മാത്രമല്ല, പിറ്റേ ദിവസമൊക്കെ അയാളുടെ പ്രസരിപ്പ് മാറി ആൾക്കാരോട് സംസാരിക്കാതെ ഉള്ള ഒരു അവസ്ഥയിലെത്തി എന്ന് അയാൾ പറയുന്നുണ്ട്. മാത്രമല്ല പിറ്റേ ദിവസം ചെന്ന് കള്ളു കുടിച്ചിട്ടാണെങ്കിലും തന്തയ്ക്കും തളയ്ക്കും വിളിക്കുന്ന മോശമാണ്, അപ്പോൾ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് രഞ്ജിത്തിനോട് ക്ഷമ പറഞ്ഞു എന്നും ആ ഒരു അവിടെ ഉണ്ടായിരുന്ന മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആരും ഈ സീനൊന്നും കണ്ടിട്ട് ഒന്നും ഇടപെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മോഹൻലാൽ ഇടപെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തന്തയ്ക്കും തളയ്ക്കും വിളിച്ചു തിരിച്ച് പെട്ടെന്ന് ഒരെണ്ണം കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് മോഹൻലാൽ എന്ത് ചെയ്യാനാണ്? അവർ തമ്മിലുള്ള ഒരു കാര്യത്തിൽ അതിൽ ഇടപെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അല്ലെങ്കിൽ പ്രശ്നം സങ്കീർണമാവും, അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ തെറ്റുണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ട് പിന്നീടും രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ അയാൾ പോയി അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള പീഡന വാർത്തകൾ അടിക്കടി വരുന്നത് കൊണ്ടാണ് നടിമാർ ഇത്തരത്തിലുള്ള തുറന്ന പറച്ചിലുമായിട്ട് മുന്നോട്ട് വരുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട, സിനിമയിലേക്കായിട്ട് അഭിനയ മോഹവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് ചതിക്കുഴികളുണ്ട്. ശ്രദ്ധിച്ചു വേണം പോകാൻ.
ഒരുപാട് നടിമാർ വന്ന് വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നേ. ഇനിയുള്ള വരുന്ന സിനിമാ മോഹവുമായിട്ട് വരുന്നവർക്കൊന്നും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നല്ലൊരു സുന്ദരി പെണ്ണ്, ഒരു കിളുന്ത് പെണ്ണിനെ കണ്ടപ്പോൾ ഹിപ്പ് അവിടെ ഇവിടെയൊക്കെ തൊട്ട് തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചാൽ തെണ്ടിക്ക് അവൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ആ പെൺകുട്ടി ശക്തമായിട്ട് പ്രതികരിച്ചു, രക്ഷപ്പെട്ടു പോന്നു. സത്യത്തിൽ ഇവൻ്റെയൊക്കെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് ഇച്ചിരി കൂടെ ധൈര്യം സംഭരിച്ചിട്ട് കാലുമടക്കി രഞ്ജിത്ത് കൊടുത്തതുപോലെ കൊടുക്കേണ്ട മർമ്മസ്ഥാനത്തൊന്ന് കൊടുത്തായിരുന്നെങ്കിൽ പ്രശ്നം മാറിയേനും. എനിക്ക് സിനിമയും വേണ്ട, ഒരു കോപ്പും വേണ്ടെന്ന് ഒരു തീരുമാനം എടുത്താൽ മതിയായിരുന്നു. അതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തായാലും പെൺകുട്ടികളൊക്കെ സിനിമാ മേഖലയിലേക്ക് വരുന്നവരൊക്കെ അത്യാവശ്യം കരാട്ടെ, കുംഫു ഇങ്ങനെയുള്ള കായിക അഭ്യാസങ്ങളും മർമ്മവിദ്യകളും ഒക്കെ പഠിച്ചു വേണം പോകാൻ. ഇപ്പോൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, ഏതോ സിനിമയിൽ കാണുന്നില്ല, ഇങ്ങനെ കൊടുക്കേണ്ടോടത്ത് അല്ലേ, മോഹൻലാലിൻ്റെ ഏതോ ഒരു സിനിമയിൽ ഒരു നടി കാണിക്കുന്ന പോലെ എന്താണ് നമ്മുടെ ജഗതിയുടെ വയറിനിട്ട് ഇങ്ങനെ ഒരു കുത്തു കൊടുത്തിട്ട് ഇങ്ങനെ തിരിക്കുന്ന മാതിരി ഇത് കൂട്ട് പരിപാടിയൊക്കെ നല്ല തക്കതായ മർമ്മവിദ്യകൾ പഠിച്ചിട്ട് വേണം സിനിമയിലൊക്കെ ഇനി മുതൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പെൺപിള്ളേർ പോകാൻ. അത് നിങ്ങൾ കൃത്യമായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.